നമസ്കാരം, ഞാൻ ഡോക്ടർ സാജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സാജി ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ പൊതുവെ നമ്മുടെ ചുറ്റുപാടും ഇന്ന് ഗ്യാസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ വയറിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയാത്ത ആൾക്കാർ വളരെ വിരളമാണ്. ഒരു ദിവസം തന്നെ നമ്മുടെ ക്ലിനിക്കുകളിലും മറ്റുമൊക്കെ വരുന്ന പേഷ്യൻസിനകത്ത് കുറഞ്ഞതൊരു 8 പേരെങ്കിലും ചുരുക്കത്തിൽ ഗ്യാസിൻ്റെ പ്രശ്നമായി അല്ലെങ്കിൽ ഗ്യാസാണ് പ്രശ്നമെന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് പേര് ഞങ്ങൾ കാണാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലും നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും പൊതുവേ വന്ന് ഗ്യാസിൻ്റെ പ്രശ്നമാണ് എന്ന് പറയാറുണ്ട്. ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വേദനയോ ചെറിയ പ്രശ്നങ്ങളോ വന്നാൽ പോലും അതൊക്കെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നമായി അനുമാനിക്കുകയും അല്ലെങ്കിൽ അത്തരം ഒരവസ്ഥ ഗ്യാസിൻ്റേതായി ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒരു പരിധിവരെ അത് സത്യമാണ് താനും. കാരണം നമ്മുടെ ഒരു ജീവിത ശൈലി രീതി വെച്ചിട്ട് പലപ്പോഴും നമുക്ക് എന്ന് പറയാനായിട്ട് നമ്മുടെ വ്യായാമക്കുറവ് അല്ലെങ്കിൽ അത്തരം വ്യായാമക്കുറവ്, ബാക്കിയുള്ള തരത്തിലുള്ള നമ്മുടെ ഡയറ്റ് ആൻഡ് റെജിമൻ ആ രീതിക്കായതുകൊണ്ട്, നമ്മുടെ ഭക്ഷണ സംസ്കാരം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഈ പറയുന്ന ഒരു അസ്വസ്ഥതയും പ്രശ്നങ്ങളും കൂടുന്നു എന്നുള്ളത് തീർച്ചയായും സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത് ഒരു പ്രത്യേക പദാർത്ഥം മാത്രം നമ്മൾ ആഹരിക്കുന്നതിൽ ഒരു കാര്യം മാത്രം പൂർണ്ണമായി ഒരുപക്ഷെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളുടെ പകുതിയോളം അല്ലെങ്കിൽ ഒരു വലിയ അളവോളം നമുക്കിത് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അത് പാലും ഉൽപ്പന്നങ്ങളുമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഇതിനെക്കുറിച്ച് ഒരു കോൺട്രവേഴ്സി ഉണ്ടാവാൻ അല്ലെങ്കിൽ ഇതിനോട് യോജിപ്പില്ലാത്ത ആൾക്കാരുണ്ടാവാം. എങ്കിൽ പോലും ഇതൊരു വസ്തുതയാണ്. ഇന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ വയറിനെ സംബന്ധിച്ച് ദഹനത്തിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ ഒരു പ്രധാന കാരണം എന്ന് നമ്മൾ കണ്ടെത്തുന്നതും മനസ്സിലാക്കുന്നതും ആയ ഒരവസ്ഥ പാലിൽ ചെന്നാണ് എത്തി നിൽക്കുന്നത്. ജനിച്ച അന്ന് മുതൽ അമ്മയുടെ പാല് കുടിച്ചാണ് കുട്ടി വളരുന്നത്. ആ പാല് തന്നെ ധാരാളം മതിയാകുമെന്നും പാല് വളരെ പോഷകസമൃദ്ധമാണെന്നും അല്ലെങ്കിൽ പാല് കഴിക്കാൻ കഴിഞ്ഞാൽ മറ്റൊന്നും ഇല്ലെങ്കിൽ പോലും അതുകൊണ്ട് കൊച്ചിൻ്റെ ആരോഗ്യത്തിനും ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ അത് നല്ലതാണെന്നും, തുടക്കത്തിൽ കൊളസ്ട്രോൾ ഒരുപാട് അടങ്ങിയിട്ടുള്ള അമ്മയുടെ ആദ്യ പാല് പോലും ഇന്ന് കളയേണ്ട കാര്യമില്ല, അത് കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ തീർച്ചയായും മറക്കാതെ തന്നെ പറയുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച് വരുന്നത് പാലും ഉൽപ്പന്നങ്ങളും എന്ന് പറയുമ്പോൾ ഡയറി പ്രോഡക്ട്സ്, നമ്മുടെ പശു ആയിക്കോട്ടെ, നമ്മുടെ നാൽക്കാലികളിൽ നിന്നും എടുക്കുന്ന ഉൽപ്പന്നങ്ങൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നല്ല മുതിർന്നവരിലും അത് ദോഷമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. തീർച്ചയായും നമുക്കറിയാം പാലിൽ അടങ്ങിയിരിക്കുന്ന ഒരു പഞ്ചസാരയാണ് സത്യം പറഞ്ഞാൽ ലാക്ടോസ് എന്ന് പറയുന്നത്. ഈ ലാക്ടോസ് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ചെറുകുടലിലെത്തി വെച്ച് തന്നെ അതിന് ലാക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമുണ്ട്. ആ എൻസൈമാണ് അതിനെ വിഘടിപ്പിച്ച് അത് ദഹിപ്പിച്ച് ചെറുകുടലിലെത്തുന്ന ഏത് വൻകുടലിലോട്ട് അടുത്തെത്തുന്നു, വൻകുടലിലോട്ട് എത്തിക്കേണ്ട ഒരവസ്ഥ വരുന്നത്. പക്ഷേ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് പാലിൽ അടങ്ങിയിരിക്കുന്ന ഈ ലാക്ടോസിനെ വിഘടിപ്പിക്കുവാനോ അല്ലെങ്കിൽ അത് ശരിയായി പ്രവർത്തന നിരതമാകാൻ നമ്മുടെ ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ അഭാവമോ അല്ലെങ്കിൽ ഇല്ലായ്മയോ അല്ലെങ്കിൽ അതിൻ്റെ കുറവോ അതിൻ്റെ കഴിവില്ലായ്മയൊക്കെ കൊണ്ട് തന്നെ ഈ ദഹിക്കാത്ത അല്ലെങ്കിൽ ഈ ലാക്ടോസ് വിഘടിപ്പിക്കപ്പെടാത്ത ഈ ലാക്ടോസ് നേരെ വൻകുടലിലെത്തി അവിടുത്തെ ചില ബാക്ടീരിയയും മറ്റൊക്കെ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായതിന് ശേഷം അത് വളരെ ബ്ലോട്ടിങ്, അതായത് വയർ വീർത്ത് വരിക, വയറിളക്കം വരിക, വയറിന് അസ്വസ്ഥത വരിക, വയറിൽ വല്ലാത്ത തരത്തിലുള്ള ഗ്യാസ് റംബ്ലിംഗ്, ഒരു ശബ്ദം ഉണ്ടാക്കുക എന്നിങ്ങനെ പല തരത്തിലുള്ള ലക്ഷണങ്ങൾ അത് കുട്ടികളിലാകട്ടെ മുതിർന്നവരിലാകട്ടെ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ലാക്ടോസിനെ ശരിക്കും പീഡിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഇതാക്കാൻ ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഒരു അഭാവം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കണ്ടുവരുന്നത്. ഈ ഒരു അവസ്ഥയാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ മുതിർന്നവർക്കാണെങ്കിൽ തന്നെയും ആവശ്യത്തിന് ശരീരത്തിൽ വല്ലാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ കുടലിലുള്ള ദഹനാവസ്ഥയിൽ നമ്മുടെ കുടലിനകത്തുള്ള നല്ല ബാക്ടീരിയ ധാരാളം ഉണ്ടെന്നും ഇന്ന് നമ്മുടെ റിസർച്ച്, നമ്മുടെ പഠനങ്ങളെല്ലാം ഈ നല്ല ബാക്ടീരിയകളിൽ ചെന്നെത്തി നിൽക്കുന്നതുമാണ്. ആ നല്ല ബാക്ടീരിയകൾ കൂടുതലായി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ദഹനാവസ്ഥയെ വളരെയധികം മെച്ചപ്പെടുത്തുമെന്നും അത് ആരോഗ്യത്തിൻ്റെ എല്ലാ അവസ്ഥയിലും നമ്മളെ സഹായിക്കുമെന്നൊക്കെ ഉള്ള വസ്തുത നിലനിൽക്കവേ തന്നെ
പലപ്പോഴും ഈ ലാക്ടോസിനെ ദഹിപ്പിക്കുവാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ് സത്യം. അത് ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ കാരണം മിക്കവാറും നമ്മൾ പാലും ഉൽപ്പന്നങ്ങളും ഇല്ലാതെ ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാറില്ല എന്നുള്ളതാണ്. പിന്നെ എന്നാൽ ഈ ലാക്ടോസ് ഇൻടോളറൻസിനുപരിയായി പലപ്പോഴും മറ്റു ചില അസുഖങ്ങളും അതിലുണ്ടാകുന്ന ചില അണുബാധകൾ അല്ലെങ്കിൽ സീലിയാക് ഡിസീസ് അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് എന്നൊക്കെ പറയുന്ന മറ്റ് ചില രോഗങ്ങളുടെ അനുബന്ധമായും ഈ പറയുന്ന ലാക്ടോസ് ഇൻടോളറൻസ് വരാറുണ്ട് എന്നുള്ളതിനകത്തും യാതൊരുവിധ തർക്കവുമില്ല. ഇതിനൊക്കെ പുറമെ നമുക്കറിയാം മുൻകാലങ്ങളിൽ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന പറഞ്ഞ ആത്മകഥയിലും ഒക്കെ എവിടെയൊക്കെ ഇങ്ങനെ പാലും പഞ്ചസാരയും രണ്ട് വെളുത്ത വിഷമാണ് എന്നുള്ള രീതിക്ക് ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. പാലും പഞ്ചസാരയും രണ്ട് വെളുത്ത വിഷമാണ് എന്നുള്ള രീതിക്ക്. അത് ഒരുപക്ഷെ കുറച്ചൊക്കെ അതൊക്കെ ഒരു മതപരമായ രീതിക്ക് വേണമെങ്കിലും നമുക്കെടുക്കാം. ഒരുപക്ഷെ പഞ്ചസാരയുടെ ഷുഗറിൽ അതിൻ്റെ അളവ് കൂടുതൽ ഗ്ലൂക്കോസ് ശരീരത്തിന് ആവശ്യമാണെങ്കിൽ അതുണ്ടാക്കുന്ന ദോഷം അല്ലെങ്കിൽ ഷുഗർ എന്ന് പഞ്ചസാര എത്രമാത്രം ശരീരത്തിന് ദോഷമായി ബാധിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നുണ്ടായതായിരിക്കാം. പിന്നെ അല്ലെങ്കിൽ ഗാന്ധിജിക്ക് ഒരു പക്ഷേ ഈ പാലിന് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ദഹന പ്രശ്നത്തിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റിലീജിയസ് പരമായി പശുവിൻ്റെ കുട്ടിക്കല്ലേ, കാരണം മനുഷ്യൻ മാത്രമാണല്ലോ അമ്മയുടെ പാലിനുപരിയായി മറ്റു പാല് ഇങ്ങനെ സ്വീകരിക്കുവാനായത്. പശുവാവട്ടെ എരുമയാവട്ടെ ആടായിക്കോട്ടെ എന്തായിരുന്നാലും പാല് സ്വീകരിക്കുവാൻ തയ്യാറാകുന്നത് എപ്പോഴും ഒരു ജന്തുവിൻ്റെ പാല് അതിൻ്റെ കുട്ടിക്കാണ് എന്നുള്ള ഒരു ചിന്താക്രമത്തിൽ നിന്നും ഉണ്ടായി വന്ന ഒരു ധാരണയാണോ ഗാന്ധിജിക്ക് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. എന്തായാലും അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന ഒരു വസ്തുതയ്ക്ക് പുറമേ തന്നെ പാലിൽ ഒരു 2 തരം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. കേസീൻ എന്നും ബേ എന്നും 2 തരത്തിലുള്ള പ്രോട്ടീനാണ്. അതിൽ കേസീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ തീർച്ചയായും പാല് അടങ്ങിയിരിക്കുന്നത് ദഹനത്തിന് കുറച്ചധികം പ്രയാസമുണ്ടാക്കുന്നതും ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് ശരിക്കും ഇതിനെ നമുക്ക് ലാക്ടോസ് ഇൻടോളറൻസുമായി ബന്ധപ്പെടുത്താറില്ല. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുമ്പോൾ അത് ദഹന വ്യവസ്ഥ പാലിലടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര വിഘടിപ്പിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയായി മാറുമ്പോൾ, അത് ദഹന വ്യവസ്ഥയുമായി മാറി നിൽക്കുമ്പോൾ പാലിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ശരീരത്തിൽ ഒരുപക്ഷെ ചിലവർക്ക് ആ പ്രോട്ടീൻ ദഹിക്കാതെ വരികയും ഒരുപക്ഷെ അതിൻ്റെ ഫലമായ ദേഹമാസകലം ചൊറിച്ചിൽ അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിൽ പറഞ്ഞാൽ പിന്നെ ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് മിൽക്ക് അലർജിയാണ്. മിൽക്ക് അലർജി എന്നുള്ളത് ഒരിക്കലും നമുക്ക് മിൽക്ക് ഇൻടോളറൻസിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. അത് നമ്മുടെ ഇമ്മ്യൂൺ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ പാലിന് അത്ര ദോഷമാണോ എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാകാം. തീർച്ചയായും ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന അവസ്ഥ ഇല്ല എങ്കിൽ ആ പാല് എന്ന് പറയുന്നത് വളരെ സമ്പൂർണ്ണമായ ആഗ്രഹമാണ്. മിൽക്ക് ഇസ് എ കംപ്ലീറ്റ് ഫുഡ് എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു സമ്പൂർണ്ണമായ പോഷക ആഹാരമാണ് പാല് എന്നുള്ളത് തന്നെയാണ്. കാരണം പാലിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം, അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ്, മഗ്നീഷ്യം, സിങ്ക്, വൈറ്റമിൻ ബി, B12 ഇങ്ങനെയുള്ള പ്രോട്ടീൻസ് ധാരാളമായിട്ട് ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യന്താപേക്ഷിതമാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പാലിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം നമുക്കറിയാം എല്ലുകളുടെയും പല്ലുകളുടെയും എന്താ പറയാൻ ദഹനത്തിനും വ്യവസ്ഥിതിക്കും നമ്മളെ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ്. ഫോസ്ഫറസും അതുപോലെ തന്നെ എല്ലുകളുടെയും വളർച്ചയ്ക്കും ഒക്കെ ഫോസ്ഫറസ് സഹായിക്കുമ്പോൾ പൊട്ടാസ്യം വന്നിട്ട് നമ്മളെ ഹൃദയധമനികളുടെ ആരോഗ്യത്തിന്, നാഡീവ്യവസ്ഥയുടെ ആരോഗ്യത്തിനുമൊക്കെ പൊട്ടാസ്യം വളരെയധികം സഹായിക്കുന്നു. ഓർമ്മയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൊട്ടാസ്യത്തെ നമ്മളെ സഹായിക്കുന്നു. മഗ്നീഷ്യം ശരീരത്തിന് 100 കണക്കിനുള്ള രാസപ്രവർത്തനങ്ങൾക്ക് മഗ്നീഷ്യം സഹായിക്കുന്നു. ഒപ്പം ശരീരത്തിൻ്റെ സിങ്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും മുറിവുകൾ വേഗത്തിൽ ഉണങ്ങുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് സിങ്ക്. അതുപോലെ തന്നെ വൈറ്റമിൻ, ഞാൻ നേരത്തെ പറഞ്ഞ റൈബോഫ്ലാവിൻ, B2, വൈറ്റമിൻ എ, ഇങ്ങനെ B12 ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പാലിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാത്തവർക്ക് ഇത് ഒരു വിഷയമല്ല. പക്ഷേ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻടോളറൻസും ഈ പ്രോട്ടീൻ ദഹിപ്പിക്കുവാനുള്ള പ്രയാസം കാരണം ശ്വാസമുട്ടൽ, അലർജി രോഗമൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരം ഒരു കണക്കിൽ നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഈ പാലും ഉൽപ്പന്നങ്ങളും തന്നെ ഒഴിവാക്കിയാൽ വളരെയധികം മാറ്റം വരുന്നതായി നമുക്ക് കാണാൻ കഴിയും.
എന്നാൽ പിന്നെ ഇതിന് പകരമായി എന്ത് കഴിക്കാം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കിതിന് പകരമായി നമുക്ക് പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യമെങ്കിൽ തീർച്ചയായും നമ്മുടെ സോയാബീൻ കൊണ്ടുള്ള മിൽക്ക്, പാല്, നമ്മളെ റാഗി, ബാക്കി ഇലക്കറി വർഗ്ഗങ്ങൾ, ചീര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വളരെയധികം സഹായിക്കുമെന്നുള്ളതാണ്. സോയാ മിൽക്ക് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഫോർട്ടിഫൈഡ് സോയാ മിൽക്ക് എന്ന് പറയുന്നത് തീർച്ചയായും വളരെയധികം ഈ പറയുന്ന ധാതുക്കളുമായിട്ട് വളരെ സമ്പുഷ്ടമായ ഒരു ഇതാണ്. അത്തരം സപ്ലിമെൻറ്റ്സ് തീർച്ചയായും നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വളരെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഫെർമെൻറ്റ് ചെയ്ത, ചുരുക്കത്തിൽ പാല് ഉൽപ്പന്നങ്ങളിൽ തൈര്, അധികം കുടിക്കാത്ത തൈര് തീർച്ചയായും ശരീരത്തിൽ ഗട്ട് ബാക്ടീരിയ, അതായത് കുടലിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതായി, നല്ല ബാക്ടീരിയകൾ കൂടുതലുണ്ടാകാൻ സഹായിക്കുന്നതുമായും ഒക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും പാല് ദഹിക്കാൻ പറ്റാത്തവർക്ക് ഒരു പരിധി വരെ നമുക്ക് പരീക്ഷിച്ച് നോക്കിയാൽ തീർച്ചയായും അധികം പുളിപ്പിക്കാത്ത തൈര് നമുക്ക് പ്രയോജനം ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ ഒരവസ്ഥയിൽ നമുക്കിതിനകത്ത് വളരെ ഇതായി എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ് പപ്പായയുടെ ഒരു ഇത്. നമുക്കറിയാം, പപ്പായയുടെ ഇലയാണെങ്കിലും പപ്പായ വളരെ സമ്പുഷ്ടമായ, എല്ലാ തരത്തിലും സമ്പുഷ്ടമായ ഒരു സംഭവമാണ്. പപ്പായയിലടങ്ങിയിരിക്കുന്ന പാപ്പവിൻ എന്ന് പറയുന്നത് പാലിൻ്റെ ഈ പ്രോട്ടീനെ ദഹിപ്പിക്കുവാൻ, ആൽക്കലോയിഡ് അത് ദഹിപ്പിക്കുവാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും ഒരു പക്ഷേ ലാക്ടോസ് ഇൻടോളറൻസ് അല്ലെങ്കിൽ പോലും പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനെ വിഘടിപ്പിക്കുവാനും ദഹിപ്പിക്കുവാനും പപ്പായ തീർച്ചയായും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമുക്ക് എങ്ങനെ ഇത് തിരിച്ചറിയാം എന്ന് പറയുമ്പോൾ വളരെ ആധികാരികമായി നമുക്കിപ്പോൾ വളരെ 1-2 സിമ്പിൾ ടെസ്റ്റ് വഴി നമുക്ക് തിരിച്ചറിയാം. സാധാരണയായി നമുക്ക് എന്ത് പറയാൻ, മുഖ്യ ആൾക്കാരിലും റെഡ്യൂസിങ് ഷുഗർ എന്നൊരു അവസ്ഥ ഒരു ടെസ്റ്റ്, അതല്ലാതെ ഹൈഡ്രജൻ ബ്രത്ത് ലെവൽ എന്നൊരു ടെസ്റ്റ് ഉണ്ട്. ആ ഹൈഡ്രജൻ ബ്രത്ത് ലെവൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ലാക്ടോസ് അടങ്ങിയിരിക്കുന്ന പാനീയം ഈ വ്യക്തിയെ കൊണ്ട് കുടിപ്പിച്ച് കഴിയുമ്പോൾ തീർച്ചയായും അത് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട് എങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ലാക്ടേസ് എൻസൈമിൻ്റെ അഭാവത്തിൽ അത് വിഘടിക്കാതെ വരുന്നു. അത് ചെറുകുടലിൽ നിന്ന് നേരെ വൻകുടലിലോട്ട് എത്തിക്കഴിഞ്ഞ് അവിടുത്തെ ചില ബാക്ടീരിയയുമായി ചേർന്ന് അത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നു. അത് ഈ രോഗിയുടെ ശ്വാസോച്ഛ്വാസം നമ്മൾ ഒന്ന് കാര്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് പലപ്പോഴും ഹൈഡ്രജൻ്റെ ഒരു അവാതകത്തിൻ്റെ ഒരു ഗന്ധം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇത് സാധാരണ ചെയ്തു വരുന്നതാണ്. എന്നാൽ കുട്ടികളിലും മുതിർന്നവരിലുമൊക്കെ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഈ മോഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് റെഡ്യൂസിങ് ഷുഗർ നമുക്ക് വിട്ടുമാറാത്ത എന്താ പറയുക വയറിളക്കം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റെഡ്യൂസിങ് ഷുഗർ എന്നുള്ള ടെസ്റ്റ് വഴി നമുക്ക് പലപ്പോഴും ഇത് കണ്ടുപിടിക്കാവുന്നതാണ്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള ഒരു ഇത് നമുക്ക് തീർച്ചയായും നമുക്കത് കിട്ടുന്നുണ്ട്. നമുക്ക് അത് വെച്ച് അനുമാനിക്കാം. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഹൈഡ്രജൻ ബ്രത്ത് ടെസ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് എത്രമാത്രം ശരിയാണ് എന്ന് പറയാൻ പറ്റും. കാരണം കൂടുതലും ഇത് കുട്ടികളിലാണ് നമ്മൾ പ്രയോജനപ്പെടുത്തി കാണുന്നത്. മിക്കവാറും വയറിളക്കമോ പ്രയാസമുള്ള നീണ്ടു നിൽക്കുന്ന വയറിളക്കമുള്ള കുട്ടികളിൽ ഒരുപക്ഷെ നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസ് ആണോ എന്നറിയാൻ റെഡ്യൂസിങ് ഷുഗർ നമ്മൾ ചെയ്ത് നോക്കിയാൽ തീർച്ചയായും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഉദ്ദേശം ഈ വയറിനെ സംബന്ധിച്ച് വയറിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, ക്രോൺസ് ഡിസീസ്, സിലിയാക് ഡിസീസ്, ഗാസ്ട്രൈറ്റിസ്, ഒരുപാട് പ്രശ്നങ്ങൾ ബാക്കിയിരിക്കവേ പൊതുവെ വയറിനുണ്ടാകുന്ന ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അതിപ്പോൾ മുതിർന്നവരിലാണെങ്കിലും കുട്ടികളിലാണെങ്കിലും പാലുൽപ്പന്നങ്ങളും ഒഴിവാക്കിയാൽ തീർച്ചയായും അതിനൊരു പരിഹാരമാകും. പാലാണ് പ്രധാനമായി ഇവിടെ വില്ലനായി പ്രവർത്തിക്കുന്നു എന്നൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. താങ്ക് യു.